സോ ഹേ ഗൈസ്, ഐഫോൺ SE3 യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 8 മാസമായി. ഇപ്പം എന്തായാലും ഇതിൽ iOS 26 ആയിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി iOS 27 ബീറ്റയുടെ അപ്ഡേറ്റ് വന്നപ്പോൾ ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് iPhone 16 ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് iOS 26 നന്നായിട്ട് ബഗ്സ് കാണാൻ കിട്ടിയിരുന്നു. അപ്പോൾ iOS 27 വിട്ടിട്ട് കുറേ യൂട്യൂബേഴ്സും ട്വിറ്ററിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പഴയ ഡിവൈസസിൽ iOS 27 ബീറ്റ ചെയ്തപ്പോൾ iOS 26 സ്റ്റേബിൾ വേർഷൻ്റെ കാട്ടും സ്മൂത്തർ പെർഫോമൻസ് ആൻഡ് ബെറ്റർ ആനിമേഷൻസ് ആൻഡ് ബെറ്റർ ബാറ്ററി ലൈഫ് iOS 27 ബീറ്റയിൽ കാണാൻ കിട്ടിയിരുന്നു. കുറേ യൂട്യൂബേഴ്സിന്റെ റിവ്യൂ ഞാൻ കണ്ടു. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു iOS 27 ബീറ്റ എൻ്റെ ഐഫോൺ SE3 ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ ഒരു 5 ദിവസമായി നന്നായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുക. അതേമാതിരി പുതിയ എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് iOS 27 ബീറ്റയിൽ, അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. പക്ഷേ എൻ്റെ മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ നിങ്ങൾ ഈ അപ്ഡേറ്റ് ചെയ്യണോ ചെയ്യേണ്ടതെന്ന് ആദ്യം ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് iPhone 13 സീരീസ് അല്ലെങ്കിൽ 14 സീരീസ് വല്ലുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുകയോ ഭേദം. ബിക്കോസ് iPhone 13 സീരീസ് ആൻഡ് 14 സീരീസിൽ ഗ്രീൻ സ്ക്രീനിൻ്റെ ഇഷ്യൂസ് കാണാൻ കിട്ടുന്നുണ്ട് കുറേ പേർക്ക്. അതേമാതിരി iPhone 16 സീരീസ്, 15 സീരീസ്, 17 സീരീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യുക. പക്ഷെ ഞാൻ പറയാന്ന് വെച്ചാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇതിന്റെ സ്റ്റേബിൾ വെർഷൻ വരണമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് iPhone 17 ബീറ്റ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ആദ്യം പെർഫോമൻസ് നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കാന്ന് വെച്ചാൽ ഇവിടെ മറ്റേ യൂട്യൂബേഴ്സ് പറഞ്ഞിരുന്നു ഇവിടെ പഴയ ഡിവൈസസിൽ പെർഫോമൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന്. അപ്പം എന്തായാലും എൻ്റെ iPhone SE3 പെർഫോമൻസും ചെറുതായിട്ടൊന്ന് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രാസ്റ്റിക് ഇംപ്രൂവ്മെൻ്റ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം പെർഫോമൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആപ്പ് ലോഡിങ് സ്പീഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. പിന്നെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആനിമേഷൻസും കുറച്ച് ഇംപ്രൂവ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം എന്തായാലും പെർഫോമൻസിൽ ചെറുതായിട്ടൊന്ന് ഇംപ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ആഫ്റ്റർ അപ്ഡേറ്റിംഗ് ടു iOS 27 ബീറ്റ. ഇനിയിപ്പോൾ ബാറ്ററി ലൈഫിനെ പറ്റി പറയാന്ന് വെച്ചാൽ എൻ്റെ iPhone SE3 ബാറ്ററി ഹെൽത്ത് 100% ആണ്. മുമ്പ് എനിക്ക് 4 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഇൻ മൈ യൂസേജ്. ഓക്കെ, ഇപ്പോൾ iOS 27 ബീറ്റ അപ്ഡേറ്റ് ചെയ്ത ശേഷം ഒരു 30 minutes ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ആവറേജ് യൂസേജിൽ എനിക്ക് 4.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് എൻ്റെ iPhone SE3. അപ്പോൾ ബാറ്ററി ലൈഫിനും ചെറുതായിട്ടൊന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ ക്വാളിറ്റിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ല. അതേമാതിരത്തെ ക്യാമറ ക്വാളിറ്റി തന്നെയാണ്. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് നോക്കി. ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ അത്യാവശ്യം ഡീസൻ്റ് ആയ ഫോട്ടോസാണ് എടുക്കുന്നത് iPhone SE3. സ്ട്രഗിൾ ചെയ്യുന്നത് ലോ ലൈറ്റ് കണ്ടീഷൻസ്, പിന്നെ ഇവിടെ നൈറ്റ് മോഡൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ അത്യാവശ്യം ഡീസൻ്റ് ആയ ഫോട്ടോസാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം പുതിയ എന്തൊക്കെ ഫീച്ചേഴ്സ് കാണാൻ കിട്ടുന്നുണ്ട് ആഫ്റ്റർ അപ്ഡേറ്റിംഗ് ടു iOS 27 ബീറ്റ. ഇനിയിപ്പോൾ ആദ്യത്തെ ചേഞ്ച് നോക്കാന്ന് വെച്ചാൽ അവിടെ ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ അവിടെ പണ്ട് എഡിറ്റിൻ്റെ ഓപ്ഷൻ ആയിരുന്നു, ഇപ്പോൾ ഒരു ബ്രഷിൻ്റെ ഓപ്ഷനാണ് കാണാൻ കിട്ടുന്നത്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കസ്റ്റമൈസിൽ പോയിട്ട് ഇവിടെ ക്ലിയറിൽ പോവുക. ക്ലിയർ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അവിടെ ഗ്ലാസ് എഫക്റ്റ് ആണ് കാണാൻ കിട്ടുന്നത്. ഇപ്പോൾ iOS 26 ഗ്ലാസ് എഫക്റ്റിൻ്റെ കാട്ടും കുറച്ചുകൂടി പോളിഷ്ഡ് ആൻഡ് ക്ലീനർ എഫക്റ്റ് ആണ് ഇവിടെ കാണാൻ കിട്ടുന്നത്. പിന്നെ അതേമാതിരി ആപ്ലിക്കേഷൻ്റെ ഐക്കൺസിലും ചെറുതായിട്ടൊന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഫീച്ചർ പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ ലോക്ക് സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്തിട്ട് ടച്ച് ഐ ഡിയിൽ ക്ലിക്ക് ചെയ്യുക. ടച്ച് ഐ ഡിയിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പ്ലസിൻ്റെ ഐക്കൺ ഉണ്ടാവും. പ്ലസിൻ്റെ ഐക്കണിൽ ഇവിടെ iOS 27 3 വാൾപേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഡാർക്ക് മോഡോ ലൈറ്റ് മോഡോ സെലക്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ കളേഴ്സ് ഉണ്ട്. കളേഴ്സിൽ സെലക്ട് ചെയ്തിട്ട് ഏത് കളറാണ് നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ യെല്ലോ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ നമുക്ക് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ചേഞ്ചും വരുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഫീച്ചർ നോക്കാന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് സെറ്റിങ്സിൽ പോവാം. ഇപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് അപ്പിയറൻസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് കാണാണ്ട് ഡീഫോൾട്ടായിട്ട് ഇവിടെ മീഡിയത്തിലാവും കിടക്കുക. നിങ്ങൾക്ക് ഗ്ലാസ് എഫക്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടണോ കുറയ്ക്കണോ അത് നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് ക്യാമറയെ പറ്റി നോക്കാം. ക്യാമറയിൽ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 6 ഡോട്ട് ഉണ്ട്. 6 ഡോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ എല്ലാ ഓപ്ഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. അതേമാതിരി വീഡിയോ മോഡിൽ പോകുമ്പോൾ നമുക്ക് 4K 30 FPS മാറ്റണമെങ്കിൽ മുകളിൽ പോയിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 6 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റിൽ പോയിട്ട് 4K 60 FPS 4K 30 FPS ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഗാലറിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്.
അതിന് വേണ്ടിയിട്ട് ഗാലറിയിൽ ഓപ്പൺ ചെയ്യുക, ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക. ഫോട്ടോസ് ഓപ്പൺ ചെയ്തിട്ട് ഈ 3 ലൈൻ കാണുള്ളൂ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡേറ്റ് ആഡഡ് ആൻഡ് ഡേറ്റ് ക്യാപ്ഷൻ്റെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെയാണ് കാണാൻ കിട്ടുന്നത് iPhone SE 3യിൽ. പിന്നെ ഇവിടെ സിരിയുടെ പുതിയ ഓപ്ഷൻ ഒന്നും കാണാൻ കിട്ടുന്നില്ല. ലൈക്ക് ഇവിടെ നമുക്ക് iPhone 17 Pro Maxലോ കിട്ടുന്ന ഓപ്ഷൻ ഒന്നും നമുക്ക് ഇവിടെ കാണാൻ കിട്ടില്ല. അപ്പോൾ സിരി പഴയ മാതിരി തന്നെയാണ്, സിരിയിൽ നമുക്ക് ഒരു വ്യത്യാസവും കാണാൻ കിട്ടില്ല. ഈ മാറ്റങ്ങളൊക്കെയാണ് കാണാൻ കിട്ടിയിരിക്കുന്നത് iPhone SE 3യിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്